അപ്പൊ ഇന്നത്തെ പരിപാടി മീൻ കൊടുത്താണ് ആക്കണേ സാറേ. അപ്പൊ എൻട്രോ എടുത്തപ്പോ തന്നെ വീണേക്കണ്. നല്ല ഐശ്വര്യം. ഒന്ന് മീൻ കോരാൻ ഇറങ്ങിയാണ്. നമുക്ക് നോക്കാൻ കിട്ടുമോന്ന്. ഇതാണ് നമ്മളെ കോരാല്ല വല. ഇത് തോടാണ് കേട്ടോ, ചെറിയ തോട്. പുഴയ്ക്ക് വന്ന് കൂടുന്ന സ്ഥലമാണ്. നമ്മളിവിടെ ഇറങ്ങി കോരി വെക്കാം. കുഴപ്പമില്ല, ചാട്ടല്ലല്ലോ അങ്ങോട്ട്. അടി മുട്ടിച്ച് കിട്ടാണ് പട്ടിക. ഒന്നുമില്ല, ചെറുതാണ് ചെറുതാണ് മീന്. എടുക്കണ്ടോ? അപ്പോഴേ ഞങ്ങൾ ആദ്യം കൊടുന്ന വല ചെറുതായിട്ടൊന്ന് പാളി. അത് വല അധികം വലുപ്പമില്ലാത്തതുകൊണ്ട് കുഴിയായിട്ട് മാറുന്നില്ല. അപ്പോൾ കയറുന്ന മീനൊക്കെ അതേപോലെ ഇറങ്ങി പോവാണ്. അതുകൊണ്ട് വേറെ വല ഒപ്പിച്ച് അവരിറങ്ങിയേക്കാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ആഴുണ്ട് കേട്ടോ. ഒരു നിലം മുട്ടിച്ചാണ് ഇപ്പോൾ അതിങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ മീൻ കോരാൻ വരുമ്പോഴേ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മീൻ കയറുള്ളൂ. ഇന്ന് രാവിലെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ ഇപ്പം നല്ല വെയിലാണ്. ആ ഡീ കൂടെ അങ്ങനെ ഇതാക്കി പൊടി, ഒരു കിഴിയാക്കി പൊടി. നമ്മളെ ആദ്യം ഇറങ്ങിയ സ്പോട്ട് ഒന്ന് മാറ്റി പിടിക്കാണ്. ഞാൻ അപ്പുറത്തൊന്ന് നോക്കാം. എന്ന് ചാടുന്നത് ഇതില് നല്ലോണ്ട്. കുട്ടിപ്പൊടി ഒരു സൈഡ് ഇങ്ങനെ പോന്നാ മതി. പിന്നെ സെൻറ്ററിൽ കൂടി പോരുക.
അപ്പോഴേ 1-2 മണിക്കൂറിൻ്റെ കോലിൽ തൽക്കാലം ഞങ്ങൾ നിർത്തിക്കണ്. ഇനി കിട്ടിയ മീൻ കാട്ടിത്തരാവാ. ഇതാണ് മീൻ, ഞങ്ങൾക്ക് കിട്ടിയ മീനാണ് ഇത്. അതുപോലെ ചാക്കിലേക്ക് തട്ടിയതാണ്. ഇനി ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് ലാസ്റ്റ് വീഡിയോന്റെ ലാസ്റ്റ് ലോങ് നോക്കുമ്പോ തീരെ കിട്ടില്ലടാ. ഒരു ബക്കറ്റ്, ആ ബക്കറ്റിൽ നിന്ന് ഒഴിച്ചാട്ടോ. ബക്കറ്റ് നിന്ന് ഈ മീന് ഇതിക്ക് നമ്മൾ തട്ടിയതാണ്. മീന് ബക്കറ്റിൽ നിന്ന് ഇതിക്ക് തട്ടിയതാണ്. അപ്പൊ കണ്ടോ, ആദ്യം കിട്ടിയ മീനൊക്കെ 1-2 വട്ടം നല്ല വെള്ളത്തിൽ കഴുകിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇത് വീട്ടിൽ കൊണ്ടുപോയാണ്ട് ഒന്നുകൂടി നന്നാക്കിക്കൊണ്ട് ചട്ടിയിലിട്ട് നല്ലൊരു പൊരി പൊരിച്ച ആഹാ അടിപൊളി.